നമസ്കാരം. ഹിജാബ് നിരോധനത്തിന്റെ പേരിൽ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഫ്രാൻസിന്റെ അത്ലറ്റിക് സൗഗംബ സില്ലയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ചർച്ചയെ ആകർഷിച്ച ഒരു വാർത്തയാണ് ഇത്. 400 മീറ്റർ വനിതാ മിക്സഡ് ടീമുകളുടെ ഭാഗമായി എത്തിയ സില്ലയ്ക്ക് ഹിജാബിന്റെ പേരിൽ വിലക്ക് ഏർപ്പെടുത്തുന്നു. നിങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന ഒളിമ്പിക്സിലേക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നും പക്ഷേ ഹിജാബ് ധരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനാകില്ല എന്നുമായിരുന്നു ഇവർക്ക് നൽകിയിരിക്കുന്ന സന്ദേശം. തനിക്ക് ഫ്രാൻസ് ഒളിമ്പിക്സ് അസോസിയേഷനിൽ നിന്ന് ലഭിച്ച സന്ദേശമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് സില്ല തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റ് പങ്കുവെച്ചതോടെയാണ് ഈ ഒരു വിഷയം വൈറലാകുന്നത്. രാജ്യത്തെ പൊതുമേഖലാ തൊഴിലാളികൾക്ക് ബാധകമാകുന്ന മതേതര തത്വങ്ങൾ ഫ്രഞ്ച് ഒളിമ്പ്യന്മാർക്കും ബാധകമാണ് എന്ന് ഫ്രഞ്ച് ഒളിമ്പിക്സ് കമ്മിറ്റി പ്രസിഡന്റ് ഡേവിഡ് ലാപാർഷ്യൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു സന്ദേശം നൽകിയത് എന്നാണ് വിവരം. ഫ്രാൻസിനെ പ്രതിനിധീകരിക്കുന്ന കായിക താരങ്ങൾക്ക് മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കാൻ അനുമതിയില്ല എന്ന് ഫ്രഞ്ച് കായിക മന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. 10,000കണക്കിന് അത്ലറ്റുകൾ പങ്കെടുക്കുന്ന ഒളിമ്പിക്സിൽ പല മതവിഭാഗത്തിൽപ്പെട്ടവരാണ് പങ്കെടുക്കുന്നത്. മുസ്ലിം വിഭാഗത്തോടുള്ള വിവേചനത്തിന്റെ പേരിൽ ഫ്രാൻസ് വലിയ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിനിടെയാണ് ഇങ്ങനെയൊരു അപൂർവ സംഭവവും കൂടെ. വിദേശ അത്ലറ്റുകൾക്ക് ഈ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഇത്തരത്തിലുള്ള നിയമങ്ങളൊന്നും തന്നെ ബാധകമല്ല എന്നതും ശ്രദ്ധേയമാണ്. മതപരമായ ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. എന്തായാലും UN മനുഷ്യാവകാശ കമ്മീഷൻ വക്താവായിട്ടുള്ള മരിയ ഹുർട്ടാഡോ ഫ്രാൻസ് സർക്കാരിന്റെ ഈ നീക്കങ്ങൾക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീ എന്ത് ധരിക്കണം എന്ത് ധരിക്കേണ്ട എന്നതൊക്കെ ആരും അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല എന്ന മരിയയുടെ പ്രതികരണത്തിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട വാക്കുകളാണ്. അതേസമയം തൊപ്പി ധരിച്ച സില്ലി ചടങ്ങിൽ പങ്കെടുത്തേക്കും എന്ന് തന്നെയാണ് ഫ്രഞ്ച് മാധ്യമങ്ങൾ ഇവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തുന്നത്. എന്തായാലും പ്രകാശത്തിന്റെ നഗരം എന്നറിയപ്പെടുന്ന പാരീസിന്റെ ഓളപ്പരപ്പിൽ ഇന്ന് ലോക കായിക മാമാങ്കത്തിന്റെ തുടക്കം കുറിച്ച ആവേശത്തിൽ തന്നെയാണ് ലോകത്തെ ഓരോ ജനങ്ങളും. 33ാം ഒളിമ്പിക്സ് ആണ് ഇത്തവണ നടത്താൻ പോകുന്നത്. ഏകദേശം 4 വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന ഈ ഒളിമ്പിക്സിന്റെ ആവേശത്തിൽ തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെയും മതം ഒരു വിഷയമാണ് എന്നുള്ള രീതിയിൽ ചർച്ചകൾ പോകുന്നത്. എന്തായാലും ഹിജാബ് എന്നത് വലിയൊരു വിഷയമായി ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് മാറുന്നു എന്ന കാര്യം വലിയ ചർച്ചാ പ്രാധാന്യമുള്ള ഒരു വിഷയമായി തന്നെ മാറുന്നുണ്ട്.